ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവചനം 49 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ സമയം നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കരങ്ങൾ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാനസികമായി വല്ലാതെ ഭാരപ്പെട്ടും തകർന്നും യഹോവ എന്നെ മറന്നുകളഞ്ഞോ എന്ന് പോലും ചോദിക്കത്തക്ക രീതിയിൽ നിരാശയുടെ വക്കിലിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നു. യഹോവയായ ദൈവം പറയുന്നു, എൻ്റെ നീതി അടുത്തിരിക്കുന്നു. ഞാൻ നീതി പ്രവർത്തിക്കുന്ന ദൈവമാണ്. യഹോവയെ അന്വേഷിക്കുന്ന, യഹോവയുടെ മുഖത്തേക്ക് നോക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ നീതി ഇതാ അടുത്തു വന്നിരിക്കുന്നു. ദൈവം നീതിമാനാകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി നീതി നിവർത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാകൊണ്ട് ദൈവം അത് ചെയ്തിരിക്കും. ഉള്ളങ്കരങ്ങളിൽ വരച്ചിരിക്കുന്ന, ഉള്ളങ്കരങ്ങളിൽ നമ്മെ താങ്ങി നടത്തുന്ന ദൈവം നമ്മോട് പറയുന്നു, നമ്മുടെ അമ്മ നമ്മെ മറന്നുപോയാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആകയാൽ എൻ്റെ പ്രിയരെ, രാവിലെ സമയം നിരാശ വേണ്ട. നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും വേദനയുടെയും അനീതി നിറഞ്ഞ ലോകത്തിലുള്ള അനീതിയുടെ അനുഭവത്തിൻ്റെയും മുമ്പിൽ ഞാൻ നീതി പ്രവർത്തിക്കുകയും നിന്നെ മറന്നുകളയാതെ ഞാൻ കാത്തുകൊള്ളാമെന്ന് ദൈവത്തിൻ്റെ ആലോചന രാവിലെ സമയം പറയുകയാണ്. ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. എൻ്റെ സ്നേഹിതരെ, രാവിലെ സമയം ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മളൊറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. യേശുവിൽ വിടുതലുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. യേശുവിൻ്റെ മുഖത്തേക്ക് എല്ലാ വിധമായ നിങ്ങളുടെ ഭാരമേറിയ അനുഭവങ്ങളുടെ മുമ്പിലും നിങ്ങൾ യേശുവിൻ്റെ മുഖം അന്വേഷിക്കുന്നവരായിത്തീരണം. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഭക്തന്മാർക്ക് ഒരു ദോഷവും വരാതെ പരിപാലിക്കുവാൻ അവൻ ശക്തനാണ്. യഹോവയായ ദൈവം രാവിലെ സമയം പറയുന്നു, ഞാനൊരു നാളും മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. ഞാൻ നിങ്ങളെ മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. ഞാൻ നീതി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആകയാൽ രാവിലെ സമയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധനായവൻ നമ്മുടെ ജീവിതത്തിൽ രാവിലെ സമയം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമാധാനം നൽകും, ഒരു ദൈവകൃപ നൽകും. കർത്താവ് നമ്മെ നടത്തും. ആമേൻ.